മണ്ണിൽ വേറെ വരവേൽക്കും മാറിൽ ചേർക്കും ആരെയും കേരള നാട് മയക്കുന്ന ചേരും കാട്ടി വിളിക്കുന്നു മാമലനാട്. എന്റെ കേരളം എന്നും സുന്ദരം, എന്റെ കേരളം എന്നും സുന്ദരം. Good morning to one and all. I am Janki Vinod of class LKGC. Respected manager father, Matthews Chakalikil CMI, our KG in charge, Shiba ma'am, teachers, and my dear friends. Today's assembly is based on Kerala Piravi. Now we can start our assembly with a prayer song. All of you please stand up, join your hands, close your eyes, let's pray. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും, ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും, മമാഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. കലാലയം നിനക്കു നിത്യവും വസിച്ചിട, ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിട. എത്രയും മനോന്യമാം പവനമായി ഭവിക്കണേ, എത്രയും മനോന്യമാം പവനമായി ഭവിക്കണേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Now I invite Shia for welcome speech. Good morning, sir. Today we are gathered here for the first LKG assembly. I would like to welcome one and all to our wonderful assembly. First of all, I would like to welcome our principal father, Roshi Maimami CMI. I welcome you, father. Next, I would like to welcome our KG Inja Shiba ma'am. I welcome you, ma'am. Next, I would like to welcome our beloved teachers and my hope you will enjoy the assembly. Thank you. Have a nice day. മാന്യ സദസ്സിന് എൻ്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. കേരളം എന്നുടെ ജന്മദേശം, പാരിനോ മാതൃകയായ ദേശം. കാടും പുഴകളും കുന്നുകളും മേടും മരതകപ്പാടങ്ങളും. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടത്. അതുകൊണ്ടാണ് എല്ലാ വർഷവും നവംബർ 1 കേരളപ്പിറവി ആശംസകൾ, കേരളപ്പിറവി ആഘോഷിക്കുന്നത്. കൂടുതൽ സംസാരിക്കാനായി ഞാൻ ഷിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. കേരള ജന്മം കൊണ്ട ദിവസം. കേരളം രൂപം കൊണ്ടപ്പോൾ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 14 ജില്ലകളുണ്ട്. അതിൽ പാലക്കാട് ഏറ്റവും വലിയ ജില്ലയും ആലപ്പുഴ ഏറ്റവും ചെറിയ ജില്ലയുമാണ്. കേരളത്തിന്റെ മാതൃഭാഷയാണ് മലയാളം. ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. കേരളത്തന്മ വിളിച്ചോന്ന കഥകളി, പുലികളി, വള്ളംകളി, വടംവലി തുടങ്ങിയ നിരവധി കലാരൂപങ്ങളുള്ള
നാടാണ് കേരളം. ഈ സുന്ദരമായ നാട്ടിൽ ജീവിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. എല്ലാവർക്കും കേരള പിറവി ആശംസകൾ. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, കേരളത്തിന്റെ പ്രത്യേകത നമുക്ക് കാണാം. ഇതാണ് ദൈവത്തിന്റെ സ്വന്തറിയപ്പെടുന്ന സുന്ദരമായ കൊച്ചു കേരളം. കൂട്ടുകാരെ, എന്താണെന്നറിയാമോ? ഇതാണ് നമ്മുടെ സംസ്ഥാന ഭാഷയായ വേഴാമ്പൽ. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്ക നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടാണ്. ഫലങ്ങളിൽ ഏറ്റവും വലുതും കട്ടിയുള്ള പുറന്തോടുമാണ് ചക്കയ്ക്കുള്ളത്. ചക്ക പിടിക്കുന്നത് പ്ലാവിലാണ്ട് എന്ന് നമുക്കറിയാം. ചക്കയിൽ വിറ്റാമിൻ ബി, സി എന്നിവ ചക്കയിൽ അടങ്ങിയിരിക്കുന്നു. കൂട്ടുകാരെ, നമുക്ക് പ്ലാവില കൊണ്ട് കുറെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം. ചക്ക കഴിച്ച് നമുക്ക് ആരോഗ്യം നേടാം. നന്ദി, നമസ്കാരം. നമ്മുടെ സസ്യക മൃഗമാണ് ആന. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. കേരളത്തിന്റെ തനതായ ദൃശ്യ കലാരൂപമാണ് കഥകളി. കഥകളിയുടെ കഥാപാത്രങ്ങൾ പ്രധാനമായ പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. കലകളുടെയും ഉത്സവങ്ങളുടെയും താളമേളക്കൊഴുപ്പോടെ ദേവഭൂമിയുടെ നയന മനോഹാരിതയിലൂടെ ഒരു പ്രയാണം. നമ്മുടെ മാതൃഭൂമിയായ കേരള നാടിന് ജന്മദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് LKG കുരുന്നുകൾ അവതരിപ്പിക്കുന്നു കേരളം ഇന്നോളം. കേരളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. വന്ദനം വന്ദനം സോദരരേ, വന്ദനം വന്ദനം കൂട്ടുകാരേ. കേരള നാടിൻ ചരിത്രഗാഥ പാടിടാം ഞങ്ങൾ കളിച്ചിടാമേ. വന്ദനം വന്ദനം സോദരരേ, വന്ദനം വന്ദനം കൂട്ടുകാരേ. കേരള നാടിൻ ചരിത്രഗാഥ പാടിടാം ഞങ്ങൾ കളിച്ചിടാമേ. ാറ് നവംബർ 1 കേരള നാട് പിറന്നു വീണു. രാജഭരണം ഒഴിഞ്ഞു പോയി, നമ്മൾ ഭാരതനാടിന്റെ ഭാഗമായി. വന്ദനം വന്ദനം സോദരരേ, വന്ദനം വന്ദനം കൂട്ടുകാരേ. കേരള നാടിൻ ചരിത്രഗാഥ പാടിടാം ഞങ്ങൾ കളിച്ചിടാമേ.
പ്രകൃതി രമണീയമായിരുന്ന മലനിരകളും വനമേഖലകളും 44 പുഴകളും കായലും കടലും കൊച്ചു കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയുള്ള 3 മനോഹര തീരങ്ങളായി തീർത്തു. സാമൂഹിക പുരോഗതിയിലും കലകളിലും സാംസ്കാരിക സവിശേഷതകളിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വൈവിധ്യങ്ങൾ ഇവിടങ്ങളിൽ തെളിഞ്ഞു നിന്നു. പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുഴവ വേണം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുഴവ വേണം. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ. പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്ക് കല്ല് തരാമോ. കഥയിലെ നക്ഷത്ര കടലിലെ നാഗനത്തകി മാരണിയും നാഗത്തിൻ മുത്തു തരാമോ. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ. പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും,
ലളിതകലയുടെ കാഠിന്യം കുറച്ചും സാഹിത്യം ലഘൂകരിച്ചും ശാസ്ത്രീയത നഷ്ടപ്പെടാതെ ശ്രീ ഗുരു ഗോപിനാഥൻ രൂപം നൽകിയ നൃത്തരൂപമാണ് കേരള നടനം. നൃത്ത ചുവടുകളുമായി വേദിയിലെത്തുന്നു നിങ്ങളുടെ കൊച്ചു കൂട്ടുകാരി. പാഹി പർവത നന്ദിനി മാമയേ പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത നന്ദിനി മാമയേ പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത നന്ദിനി മാമയേ പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത വാഹിനി തട നിവാസിനി കേസരി വാഹനേ ദ്യുതി ജാളി വിദാളനെ വാഹിനി തട നിവാസിനി കേസരി വാഹനേ ദ്യുതി ജാളി വിദാളനെ വാഹിനി തട നിവാസിനി കേസരി വാഹനേ ദ്യുതി ജാളി വിദാളനെ വാഹി പർവത നന്ദിനി മാമയേ പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത മലയാളികളുടെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിന്റെ പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസി നൃത്ത പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് മോഹിനിയാട്ടം. ശ്യാമസുന്ദര കേരകിദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി ഇത് ശ്യാമസുന്ദര കേരകിദാര ഭൂമി മാനവക്കു സമത നൽകിയ മവലിതൻ ഭൂമി മധുരമഹിത ലളിത കലകൾ പിരിയും മലർവാടി ശ്യാമസുന്ദര കിരകിരാര ഭൂമി താളമേളവാദ്യനാദം സാഹിതീയാം കോകിലഗീതം വിവിധ ജാതി മതവംശജ സഹജരെ പോലൊന്നായി നവയുഗത്തിൻ പൊൻകതിരുകൾ വിളയിച്ചിടും ഭൂമി ശ്യാമസുന്ദര കിരകിരാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി. കേരളത്തിലെ ക്രൈസ്തവ അനുഷ്ഠാന കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ് മാർഗംകളി. ക്രിസ്തീയ ആചാര കേരളീയ സംസ്കാരവും സമന്വയിപ്പിക്കുന്ന ഒരു കലാരൂപമാണിത്. മേക്കണീം താ പീലിയുമായിൽ മേൽത്തോന്നും
തെയ്തൈ പിടുത്തതെണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ വഴികുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുകമാർത്തുമെൻ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തുമാലയും അലങ്കരിച്ച പന്തലിൽ വന്നുദക വേണം മാർത്തുമൻ അലങ്കരിച്ച പന്തലിൽ വന്നിടുന്തരുൾക മാർത്തുമൻ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃതി തത്താതിമൃതത്തെ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും കടിച്ചെമ്പുമിരുമ്പും മറ്റും പാലാവക വേണ്ടും പണികൾ ഇന്ത്യ തത്ത മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യ തത്ത മഹിമയോടരുമകളെല്ലാം ചെയ്യും മനുവിവത്തി തിത്തത്തകതത്തികതത്താം തികതകതത്തികതത്താങ്കൃതത്തികതത്താങ്കൃതത്തികതത്താങ്കൃതത്തികതത്താതിമൃതത്തെ മലബാർ മുസ്ലിം സമുദായത്തിന്റെ സംഭാവനയായ ഒപ്പന ഹൃദ്യവും ആകർഷകവുമായ ഒരു കലാരൂപമാണ് ഒപ്പന. കസ്തൂരി തൈലമിട്ട് മൂടി മീനുക്കി മുത്തോട് മുത്തു വെച്ച വളക്കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളക്കിലുക്കി മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യത്തട്ടമിട്ട പുതുക്കപ്പെണ്ണ് മാറിൽ മഞ്ചാടി മാറുകുള്ള മിടുക്കിപ്പെണ്ണ് കസ്തൂരി തൈലമിട്ട് മൂടി മീനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളകിലുക്കി എന്നും 16 വയസ്സാണ് കൽവിൽ ഏതു നേരവും കനവാണ് ഉള്ളിൽ ഏതു നേരവും കനവാണ് പടിഞ്ഞാറൻ കടൽക്കരെ പകലന്തി മയങ്ങുമ്പോൾ ഉറുമാലും തുന്നിക്കൊണ്ടിരിപ്പാണ് പുതുമുത്തമണിയിച്ച് പുളകങ്ങൾ പുതപ്പിച്ചു പൂണാരം തരുമൊരു പുതുമാരൻ പുതുമുത്തമണിയിച്ച് പുളകങ്ങൾ പുതപ്പിച്ചു പൂണാരം തരുമൊരു പുതുമാരൻ കസ്തൂരി തൈലമിട്ട് മൂടി മീനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളകിലുക്കി മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യത്തട്ടമിട്ട പുതുക്കപ്പെണ്ണ് മാറിൽ മഞ്ചാടി മാറുകുള്ള മിടുക്കിപ്പെണ്ണ് ഒരു പ്രത്യേക ആഘോഷത്തിനപ്പുറം കേരള തനിമയുടെ അടയാളം എന്ന രീതിയിൽ ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് കടന്നുവരുന്ന ഒരു കലാരൂപമാണ് തിരുവാതിര.
गजाननम् भूतगणाधिसेवितम् कवित्थजम्बूफलसारभक्षितम् उमासुदं शोकविनाशकारणम् नमामि विघ्नेश्वर पादपङ्कजम् नमामि विघ्नेश्वर पादपङ्कजम् എല്ലാ ആയോധന കലകളും പോലെ പ്രധാനപ്പെട്ടതാണ് കളരിപ്പയറ്റ്. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. ആണുങ്ങൾ
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. 68 1000 കഴിഞ്ഞാലും നമ്മുടെ കൊച്ചു കേരളം മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി നിലനിൽക്കട്ടെ. ഓരോ കതിരിലും വിരിയും പുതുനാമ്പുകൾ പോലെ ഓരോ മലയാളിതൻ ഹൃദയത്തിലും വിരിയും എന്റെ കേരളം. വന്ദനം വന്ദനം സോദരരേ, വന്ദനം വന്ദനം കൂട്ടുകാരേ. കേരള നാടിൻ ചരിത്രഗാഥ പാടിടാം ഞങ്ങൾ കളിച്ചിടാമേ. മലയാളത്തനിമ വിളങ്ങും നാട്, മേളത്തിൻ പെരുമയൊരുങ്ങും നാട്. നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്ര വിടർത്തി കളിയാടും കലയുടെ വീട്. മലയാളത്തനിമ വിളങ്ങും നാട്, മേളത്തിൻ പെരുമയൊരുങ്ങും നാട്. നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്ര വിടർത്തി കളിയാടും കലയുടെ വീട്.
come to the end of our assembly. I thank our Principal Father for his value presence, and also to our KG in charge and all the teachers for their support and cooperation. Thank you. Have a nice day. Now I invite Principal Father to share a few words about our assembly. Good morning. ഇന്ന് കേരളപ്പിറവിയായിട്ട് ആഘോഷിക്കുകയാണ് അല്ലേ നിങ്ങൾ? LKGയിലെ മക്കൾ ആണ് ഇന്നത്തെ കേരളപ്പിറവിക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാ എൻ്റെ പ്രിയ കുഞ്ഞ് മാലാഖമാർക്കും എല്ലാ അഭിനന്ദനങ്ങളും. യു ഡൺ വെൽ. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുത്തേ. So I congratulate all my beloved little angels and all the teachers who are behind for this program, and I hope that you got some idea about Kerala. അല്ലേ? കേരളത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. കേരളത്തിൻ്റെ രൂപം, കേരളത്തിൻ്റെ എന്താണ് ഏറ്റവും നമ്മുടെ കേരളീയ ഫലം ഫ്രൂട്ട്, കേരളത്തിൻ്റെ ഔദ്യോഗിക ഒഫീഷ്യൽ ഫ്രൂട്ട് ഏതാണ്? ജാക്ക് ഫ്രൂട്ട് അല്ലേ? മൃഗം ഏതാണ്? മൈനയോ? എലഫന്റ് അല്ലേ? പക്ഷി? മൈന. വേഴാമ്പൽ. സോ അതുപോലെ കേരളത്തിൻ്റെ വിവിധ തരം ഡാൻസുകൾ അല്ലേ? ഇതൊക്കെ ഇന്നിപ്പോൾ പലപ്പോഴും ഇല്ല, കേരളത്തിലില്ല എന്ന് വേണം പറയാനായിട്ട്. ഇങ്ങനെ ഈ മാർഗംകളിയും ഒപ്പനയും തിരുവാതിരയും മറ്റ് കലാരൂപങ്ങളും എന്നൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങൾ ഈ കേരളപ്പിറവി ആഘോഷിക്കുന്നത് അല്ലേ? November 1 കേരളപ്പിറവി. നമ്മൾ ഇന്ന് നിങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പം എല്ലാവർക്കും കേരളപ്പിറവിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദാറ്റ് ബി പ്രൗഡ് ഓഫ് ബീയിങ് ബോൺ ഇൻ കേരള. നിങ്ങളെല്ലാവരും ജനിച്ചത് അല്ല കേരളീയരായിട്ടാണ്, കേരളത്തിൻ്റെ മക്കളായിട്ടാണ്, മലയാളികളായിട്ടാണ് അല്ലേ? അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ പരിപാടി നടത്തിയവർക്കും ഏറെ അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും കേരളപ്പിറവിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.